AK അഭിലാഷ് കേൾക്കാമെന്ന് കരുതുന്നു. മണ്ണിടിച്ചിലുണ്ടായത് എങ്ങനെയാണ് എന്ന് വ്യക്തമാകുന്നതല്ലേ ISRO നൽകിയിരിക്കുന്ന സാറ്റലൈറ്റ് ഇമേജ്? നൽകിയ ചിത്രങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വാഹനം ഈ ട്രക്ക് ദൂരദിക്കിലേക്ക് ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സേനയും അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘവും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൂരോട്ടുള്ള ഒരു പരിശോധനയല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാവിക സംഘം പരിശോധന നടത്തിയത് ഏതാണ്ട് ഇവിടെ നിന്ന് കടലിലേക്ക് 7 മുതൽ 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ ഭാഗത്ത് മുഴുവനായി അരിച്ചു പെറുക്കിയുള്ള ഒരു പരിശോധനയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയത്. സോണാർ അടക്കം സാങ്കേതിക ഉപയോഗിച്ചുള്ള പരിശോധനകളടക്കം നേരത്തെ നടത്തിയതു. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ആ ഭാഗത്ത് ഏതാണ്ട് ഒരു 100 മീറ്ററോളം ചുറ്റളവിലാണ് ഇപ്പോൾ വ്യാപകമായ പരിശോധന നടത്തിയത്. ഏതാണ്ട് 3-4 റൗണ്ടോളം അവിടെ പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊപ്പമാണ് സമാന്തരമായി തന്നെ മുകൾ ഭാഗത്ത് മണ്ണ് നീക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നത്. പ്രത്യേകിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ സങ്കീർണമായ ഒരു പദ്ധതിയാണ്. മുകളിൽ നിന്ന് മണ്ണ് താഴെയുള്ള മണ്ണ് മുകളിലേക്ക് എടുത്തുകൊണ്ട് ക്ലിപ്പറിലേക്ക് എടുത്ത് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത്. അതിന് കൂടുതൽ സമയം വേണ്ടി വരും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. കൂടുതൽ JCBകളും അതോടൊപ്പം തന്നെ ഹിറ്റാച്ചുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത്തരത്തിൽ കേന്ദ്രീകരിച്ച് ആ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഈ വാഹനമുണ്ട് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് നേരത്തെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ ഭാഗത്ത് ചില സിഗ്നൽ കിട്ടിയതായി ഉള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തിയത്. അവിടെ കുഴിച്ചു നോക്കുന്ന സമയത്താണ് ചില സംശയങ്ങളൊക്കെ ബലപ്പെടുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നു. അവിടെ ആദ്യം കുഴിയെടുത്തുകൊണ്ടായിരുന്നു പരിശോധന നടത്തിയതെങ്കിൽ ഇപ്പോൾ പുഴയോരത്തേക്കുള്ള മണ്ണ് കൂടി ഇപ്പോൾ നീക്കുന്നുണ്ട്. ഏതായാലും മഴ വരുന്ന സാഹചര്യത്തിൽ പോലും ഈ മണ്ണെടുപ്പ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം മണ്ണിടിയുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മണ്ണെടുക്കുന്നതിനായി കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എക്സ്കവേറ്റർ അവിടെ എത്തിച്ചിരിക്കുകയാണ്. എക്സ്കവേറ്ററിന്റെ ദൃശ്യങ്ങളാണ്. മണ്ണ് പെട്ടെന്ന് എടുത്ത് മാറ്റുന്നതിനായിട്ടുള്ള എക്സ്കവേറ്റർ അവിടെ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ MLA പറഞ്ഞിരുന്നു എക്സ്കവേറ്റർ കൊണ്ടുവരുമെന്ന്. എക്സ്കവേറ്റർ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പെട്ടെന്ന് മണ്ണ് നീക്കുക. JCB ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കമാണ് കഴിഞ്ഞ 7 ദിവസവും നടന്നതെങ്കിൽ ഇന്നിപ്പോൾ എക്സ്കവേറ്റർ എത്തിച്ചിരിക്കുകയാണ്. ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മണ്ണ് ഒരേ സമയം മാറ്റുന്നതിനായി സാധിക്കും. അതിനായിട്ടുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് ഷിരൂരിൽ. അവിടെ എത്തിച്ചിരിക്കുന്ന വാഹനം ഇതാണ്. ആ എക്സ്കവേറ്ററിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, JCB ഉപയോഗിച്ച് എത്ര മണ്ണ് മാറ്റാനാണ് എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എക്സ്കവേറ്റർ എത്തിയിരിക്കുകയാണ്. ഒരേ സമയം എത്ര മണ്ണ് കോരി നീക്കുന്നതിന് ഇവയ്ക്ക് കഴിയും? ഈ പുതിയ വാഹനങ്ങൾ എത്തിച്ചത് എത്രത്തോളം തെരച്ചിൽ അനായാസമാക്കും? നേരത്തെ തന്നെ ഈ എക്യുപ്മെൻസിൻ്റെ അഭാവം എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. അതിന് പിന്നാലെ തന്നെ ഇന്ന് സജീവമായി തന്നെ റോഡരികിലുള്ള മണ്ണ് നീക്കുന്നതിനടക്കമുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പുഴയോരത്തേക്ക് പതിച്ചിട്ടുള്ള മണ്ണ് നീക്കുക എന്നുള്ളതിനാണ് പ്രാഥമികമായ പരിഗണന നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് കൂടുതൽ എക്സ്കവേറ്റേഴ്സ് സ്ഥലത്തേക്ക് എത്തിക്കുകയും മണ്ണ് നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ തന്നെ AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകർ ഉൾപ്പെടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ആ മേഖലയിൽ കുഴിയുള്ള പ്രദേശത്ത് നിന്ന് ദുർഗന്ധം ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുന്ന നടപടിയിലേക്ക് നീങ്ങിയത്. പിന്നീട് ഈ ഗംഗാവാലിയിൽ പ്രധാനമായും ഇന്നലെ തന്നെ സിഗ്നൽ ലഭിച്ച പശ്ചാത്തലത്തിൽ കൂടി ആ മേഖലയിൽ സ്കൂബ ടീമിൻ്റെ അടക്കം പരിശോധനകൾ, നേവിയുടെ അടക്കം പരിശോധനകൾ ആ നിലയ്ക്കും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ പ്രദേശത്ത് ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. ഏതാണ്ട് അരമണിക്കൂറോളം സമയമായി ഇപ്പോൾ മഴ തുടങ്ങിയിട്ട് തോരാതെ പെയ്യുന്ന സാഹചര്യമുണ്ട്. ആകാശമാകെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എത്രത്തോളം സുഗമമായി നടക്കുമെന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മഴ ഇത്തരത്തിൽ കനത്ത് പെയ്യുന്ന ഘട്ടത്തിൽ വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയൊക്കെ പ്രവചിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുക എന്ന് പറയുന്നതൊക്കെ അസാധ്യമായ കാര്യമായി മാറുകയും ചെയ്യുന്നു. ആ ഒരു പശ്ചാത്തലവും കൂടി നിലനിൽക്കുന്നുണ്ട്. അന്തരീക്ഷമാകെ മൂടിക്കെട്ടിയ നിലയിലേക്ക് മാറുകയും കനത്ത മഴ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ രാവിലെ മുതൽ തന്നെ NDRFിൻ്റെയും ആർമിയുടെയും ഒപ്പം തന്നെ നേവിയുടെയും ദീപക്, ഞാനൊന്ന്